ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. എങ്ങനെയെങ്കിലും വർഷയെയും രേവതിയെയും തെറ്റിക്കണമെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടിയായിരിക്കും വർഷയുടെ മമ്മിയെ വിളിച്ചു വരുത്തിയിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ മര്യാദ പഠിപ്പിക്കുക. നിങ്ങൾ ഇങ്ങനെയാണോ ഒരു വീട്ടിലോട്ട് പറഞ്ഞു വിടാ? എനിക്ക് ഒരു ബഹുമാനം തരുന്നില്ല. എന്റെ കാര്യം പോട്ടെ, എന്റെ മകനെ എടാ പോടാ എന്നല്ലാതെ അവള് വിളിക്കില്ല. എല്ലാവരെയും മുൻപിൽ വെച്ച് അവൾ എന്തൊക്കെയാ പറയാന്നറിയോ? അവളുടെ കാല് തിരുമ്മിക്കൊടുക്കണം, കാലില് പെയിന്റ് അടിച്ചു കൊടുക്കണം. ഇതൊക്കെ കണ്ട് ചോദിക്കാൻ ചെന്നാലോ അവൾ എന്തൊക്കെ തർക്കുത്തരങ്ങളാ എന്റെ അടുത്ത് പറയാന്നറിയോ? ഞാൻ പൊന്നുപോലെ വളർത്തിയതാ എന്റെ മോനെ, അവനെ കൊണ്ടാ അവൾ എങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിങ്ങളൊരു കാര്യം ചെയ്യേ, അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇനി മേലാല് എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് കേൾക്കുമ്പോ വർഷയുടെ മമ്മി പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി തന്നെ അങ്ങ് പറഞ്ഞാ മതി. അവളുടെ അമ്മായിമ്മയല്ലേ, അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലേ? നിങ്ങൾ അവളെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്ക്. അതെന്താ അങ്ങനെ? മകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയുടെ കടമയല്ലേ? അമ്മായിയമ്മ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും അവൾക്കില്ല. ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേ. അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാം. ശ്രീകാന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. എന്തായാലും അവളുടെ അടുത്ത് ഞാൻ പറയില്ല, അവൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യയാവും. ഇതും പറഞ്ഞുകൊണ്ട് വർഷയുടെ മമ്മി അവിടെ നിന്ന് പോവാണ്. ചന്ദ്രേ, ഇവരെന്താ എങ്ങനെയൊക്കെ പറഞ്ഞു പോന്നേ? നീ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ നിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ അവര് പറയുന്നേ. പൈസയുടെ അഹങ്കാരം കൊണ്ട് മകളെ വളർത്തി വെച്ച കോലം കണ്ടില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ കരുതിയത് എങ്ങനെയെങ്കിലും രേവതിയെയും വർഷയെയും പിരിക്കായെന്നാ. ഇതിപ്പോ അത് നടക്കില്ല എന്നാ തോന്നുന്നേ. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ചന്ദ്ര ഇരിക്കുകയാണ്. എന്നാ നമ്മുടെ ശ്രുതിക്കൊരു കോള് വരുന്നുണ്ട്. ശ്രുതിയുടെ അമ്മയായിരിക്കും വിമല ആൻറ്റി. ആൻറ്റി, എനിക്കൊരു കസ്റ്റമർ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ എന്നും പറഞ്ഞ് മാറി നിന്ന് ശ്രുതി സംസാരിക്കുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? ഞാൻ അങ്ങോട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത്. അമ്മയല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ വെക്കാനും ഗ്ലൂക്കോസ് കയറ്റാനും വരുന്ന നേഴ്സാ. ശ്രുതിയല്ലേ? ആ, ശ്രുതിയാണ്. അമ്മയ്ക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അയ്യോ, എന്താ പറ്റിയേ? പെട്ടെന്ന് തല കറങ്ങി വീണതാ. ആദ്യം എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലോട്ട് വരണം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. വേഗം തന്നെ ശ്രുതി ബാഗും എടുത്ത് ആൻറ്റിയോടും പറഞ്ഞ് ഇറങ്ങാണ്. മോളെ, നീ എങ്ങോട്ടേ പോകുന്നേ? അമ്മേ, എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, പെട്ടെന്ന് തന്നെ പോകണം. സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമറാ. ഇപ്പം ചെന്നില്ലെങ്കിൽ പിന്നെ ആ കസ്റ്റമർ പോവും. അതുകൊണ്ടാ ഞാൻ പോട്ടെ. അയ്യോ, എൻ്റെ പുറമൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഒന്ന് മസാജ് ചെയ്യണമെന്ന് കരുതിയതാ. അതേ ശ്രുതി, ഞാനും വിചാരിച്ചതാ. എൻ്റെ പുറവും കൈയും കാലൊക്കെ ഭയങ്കര വേദന. ഒന്ന് മിണ്ടാതിരിക്കും ബാമേ, എൻ്റെ പുറം ഭയങ്കര വേദന. അവൾ ആദ്യം എൻ്റെ ചെയ്യട്ടെ എന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി, എനിക്കിപ്പോൾ പെട്ടെന്ന് പോയേ പറ്റൂ, അത്യാവശ്യ കാര്യം കൊണ്ടാ. ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് വേഗം തന്നെ ശ്രുതി പോകുന്നുണ്ട്. വർഷയുടെ മമ്മിയെ വിളിച്ചു വരുത്തിയിട്ടും ഒരു പ്രയോജനമില്ലാന്ന് കണ്ട് നമ്മുടെ ചന്ദ്ര സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. എന്നാ വർഷയുടെ മമ്മി ആളിത്തിരി വിരുദ്ധത്തിയല്ലേ, അതുകൊണ്ട് തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തോ പ്രശ്നം ആ വീട്ടിൽ നടക്കുന്നുണ്ട്. ഈ പ്രശ്നം ഊതിപ്പെരുപ്പിച്ച ഉറപ്പായും വർഷ മരുമകനെ കൂട്ടി വീട്ടിലോട്ട് വരും. ഇത് നല്ലൊരവസരാ, ഇതെന്തായാലും മുതലാക്കണമെന്നും പറഞ്ഞ് നേരെ പോകുന്നത് രേവതിയുടെ അടുത്തോട്ടായിരിക്കും. പൂ കൊടുത്ത് വരുന്ന വഴിക്കില് രേവതി അറിയുന്ന ഒരു പൂക്കാരി ചേച്ചിയുടെ കടയിൽ നിർത്തി സംസാരിക്കുകയായിരിക്കും രേവതി. ഈ സമയത്ത് അവിടെ വർഷയുടെ മമ്മി വണ്ടി നിർത്തി വരുന്നുണ്ട്. വർഷയുടെ മമ്മിയെ കാണുമ്പോൾ, ആൻറ്റി എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയായിരിക്കും. എന്നാ വർഷയുടെ മമ്മി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, നീ എൻ്റെ മോളെ സമാധാനത്തില് ആ വീട്ടിൽ കഴിയാൻ സമ്മതിക്കില്ല അല്ലേ? എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല രേവതി, ഇതാരാ? അല്ല ചേച്ചി, ഇത് ശ്രീകാന്തിന്റെ അമ്മായിമ്മയാണെന്ന് ആ ചേച്ചിയോട് രേവതി പറയുന്നുണ്ട്. എന്താ ആൻറ്റി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം നിന്റെ അമ്മായിമ്മ എന്നോട് വന്ന് പറഞ്ഞു. എന്റെ മോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നീ എന്റെ മോളെ കൂട്ടിപ്പിടിച്ചത് എന്ത് കാര്യത്തിനാ? പൈസയ്ക്ക് വേണ്ടിയാണോ? പറയേ, നിനക്ക് എത്ര പൈസ വേണ്ട, ഞാൻ തരാം. എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. അവളെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തി പോലെ കാണുന്നേ. അതെനിക്ക് മനസ്സിലായി, അനിയത്തി പോലെ കാണുന്നത്. നിന്റെ ഭർത്താവിന് കള്ളു കുടിക്കാനേ എൻ്റെ മകളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണമെന്നാണോ? ആൻറ്റി, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ അത് ഞാൻ സഹിക്കില്ല. നീ ചെയ്യുന്ന കാര്യോ നിന്നെ പോലെ തന്നെയല്ലേ. ആ വീട്ടിലെ മൂത്ത മരുമകള് ശ്രുതി, അവൾ എന്തെങ്കിലും കാര്യത്തിന് ഇടപെടുന്നുണ്ടോ? നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്? അതെന്താണെന്നറിയോ വ്യത്യാസം? അവള് നല്ല വലിയ വീട്ടിലുള്ള കുട്ടിയാ, നിന്നെ പോലെ ലോ ക്ലാസ് അല്ല. അതുകൊണ്ടാ. അതെന്താ ആൻറ്റി അങ്ങനെ ഒരു വർത്താനം? അങ്ങനെ വലിയ വീട്ടില് ചെറിയ വീട്ടില് എന്നൊക്കെ ഉണ്ടോ? ഞാൻ എന്തായാലും വർഷയെ നല്ല രീതിക്കാണ് കാണുന്നത്. എൻ്റെ അനിയത്തിയെ പോലെ നല്ലത് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ആൻറ്റി പറയുന്ന പോലെ ഒന്നും ആ വീട്ടിൽ നടക്കുന്നില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് ആൻറ്റി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിനക്കും നിന്റെ ഭർത്താവിനും പൈസയാ വേണ്ടത് അല്ലേ? എൻ്റെ മകളെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. നിനക്ക് എത്ര പൈസ വേണ്ടച്ചാ എൻ്റെ അടുത്ത് പറ, ഞാൻ തരാം. ആൻറ്റി, ഞാനൊരു കാര്യം പറയട്ടെ.
ആന്റിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. എന്റെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് ഞാൻ അടിച്ചോടിച്ചേനെ. അപ്പൊ നിന്റെ അമ്മായിമ്മ പറഞ്ഞത് ശരിയാ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി മേലാല് എന്റെ മോളെ വഴി തിരിച്ചു വിടരുതെന്നും പറഞ്ഞ് വർഷയുടെ മമ്മി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ അവിടെ പൂവിക്കുന്ന ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, അവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്? അതൊക്കെ വിട്ടേക്ക് ചേച്ചി, ഇനി അതൊരു പ്രശ്നമാക്കണ്ട. എന്തോ അമ്മ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് പറഞ്ഞതാ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ഈ സമയത്ത് നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചിൻ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെയെന്നോ? റോഡിലൂടെ അല്ലേ ഞാൻ എപ്പോഴും പോന്നേ. നിന്റെ വണ്ടി ഇവിടെ കണ്ടപ്പോ ഞാൻ നിർത്തിയതാ. ആ സമയത്ത് അതാ വർഷയുടെ മമ്മി ഇവിടുന്ന് പോണു. എന്തിനു വന്നതാ? അത് പിന്നെ പൂ മേടിക്കാൻ വന്നതാ. അവരുടെ കയ്യിൽ പൂവൊന്നും കണ്ടില്ലല്ലോ. എന്താ രേവതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല സച്ചിയേട്ടാ, ഒന്നുമില്ല. സച്ചി, അങ്ങനെയല്ല. ആ സ്ത്രീ വന്നേ രേവതിയോട് മോശമായിട്ട് സംസാരിച്ചു. അവരുടെ മകളുടെ കയ്യിൽ നിന്ന് സ്നേഹം നടിച്ച് പൈസ വാങ്ങിക്കുക എന്നൊക്കെയാ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നതാ. ഞാനൊന്നും പിന്നെ മിണ്ടാതിരുന്നതാ, നിങ്ങളുടെ ബന്ധുക്കാരല്ലേ എന്ന് കരുതിയിട്ട്. എന്തായാലും സച്ചി, നീ ചോദിക്കണം, രേവതി അത്രയും മോശപ്പെടുത്തിയിട്ടാ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചോ? അത്രയ്ക്കായോ? വാ രേവതി, നമുക്കിത് ചോദിച്ചേ പറ്റൂ. വാ, വണ്ടി കയറ്. സച്ചേട്ടാ, എന്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഞാൻ എങ്ങനെയാ വണ്ടിയിൽ വരുന്നേ? ഞാൻ വണ്ടി എടുത്ത് വന്നോളാം, സച്ചേട്ടൻ പൊക്കോ. അങ്ങനെ ചാവി ഊരി ആ ചേച്ചിയുടെ കൈ കൊടുക്കുന്നുണ്ട്. ചേച്ചി ചാവി പിടിക്ക്, ഞാൻ വണ്ടി എടുക്കാനായിട്ടെ ആളെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് സച്ചി രേവതിയെ കൂട്ടി വണ്ടി കയറുകയാണ്. രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചേട്ടാ, ഒന്നും വേണ്ട. അമ്മ എന്തോ പറഞ്ഞിട്ട് അവര് തെറ്റിദ്ധരിച്ച് സംസാരിച്ചതാ. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണോ? നീ വണ്ടി കയറ്, ഈ സാരിയൊക്കെ എടുത്ത് ഉള്ളിലിട്. അങ്ങനെ ഡോർ അടച്ച് രേവതിയെ കൊണ്ട് അങ്ങ് വീട്ടിലോട്ട് ചെല്ലാണ്. ഈ സമയത്ത് ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ്, വർഷയുടെ മമ്മിയോട് ഇക്കാര്യൊന്നും പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാ തോന്നുന്നേ. ഇനി എങ്ങനെയാ ഇവരെ രണ്ടുപേരെയും ഒന്ന് തെറ്റിക്കാൻ പറ്റുക എന്നൊക്കെ ചന്ദ്ര ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട്. നിങ്ങളെന്താ ഇന്ന് നേരത്തെ വന്നേ? എന്താ ആൻറ്റി, നേരത്തെ വരാൻ പറ്റില്ലേ? ഇതെന്താ വല്ല ഓഫീസാണോ? കൃത്യസമയത്ത് വരാൻ പറ്റുമെന്ന്? ഏയ്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മ പറ, എന്താ കാര്യം? എനിക്ക് തനിച്ചാ സംസാരിക്കാൻ. അതെങ്ങനെയാ അമ്മേ? അമ്മ തനിച്ച് സംസാരിച്ചാലേ എല്ലാവരും വിചാരിക്കും അമ്മയ്ക്ക് ഭ്രാന്താണെന്ന്. എടാ, എനിക്ക് നിന്റെ അടുത്ത് മാത്രമാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര തലവേദന, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് വർഷ ഉള്ളിലോട്ട് പോവാണ്. എന്താ അമ്മേ, എന്താ കാര്യം? ഇന്ന് ഞാൻ നിന്റെ അമ്മായിമ്മയെ കണ്ടിരുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ അത്രയും കാര്യങ്ങൾ നിന്റെ അമ്മായിമ്മയുടെ അടുത്ത് പറഞ്ഞത്. എന്താ അമ്മ പറഞ്ഞേ? വല്ല പ്രശ്നമുണ്ടോ? ഇത് പറയാൻ നേരത്ത് പെട്ടെന്ന് തന്നെ സച്ചിയും രേവതിയും കയറി വരുന്നുണ്ട്. എവിടെയാടാ നിന്റെ ഭാര്യ എവിടെ എന്നും ചോദിച്ചാണ് സച്ചി വരുന്നത്. എന്താ എന്താ ഏട്ടാ, എന്താ പ്രശ്നം? അതൊക്കെയുണ്ട്, നിന്റെ ഭാര്യ എവിടെ? ഇതും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും കൂടെ ശ്രീകാന്തിന്റെയും വർഷയുടെയും റൂമിലോട്ട് കയറുകയാണ്. ശ്രീകാന്ത് വേഗം ഡോർ അടയ്ക്കുന്നുണ്ട്. നിന്റെ അമ്മ വന്നിട്ട് എന്തൊക്കെയാ രേവതിയുടെ അടുത്ത് പറഞ്ഞത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ പറഞ്ഞു വിട്ടതാണോ? നീയാണോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞേ? ഞാനൊന്നുമല്ല, എൻ്റെ അടുത്തും അമ്മ വിളിച്ച് പല കാര്യങ്ങളും സംസാരിച്ചു. എല്ലാം ഇവിടുത്തെ അമ്മ കാരണാ. എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ ദേഷ്യം പിടിപ്പിച്ച കാരണം വിളിച്ചതാ, അല്ലാതെ ഞാൻ ഇതിലൊന്നും ഉത്തരവാദിയല്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു, ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് ചിരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ കേൾക്കാണ്. വീണ്ടും സച്ചി പറയുന്നുണ്ട്, ഇനി മേലാല് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഇതേപോലെ തന്നെ രേവതിയും പറയുന്നുണ്ട്. ഇനി ശ്രുതി, നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്നെ ഞാനൊരു അനിയത്തിയെ പോലെ കണ്ടതാ. ഇനി ഞാൻ അങ്ങനെയൊന്നും കാണില്ല. നീ എനിക്കിനി ആരുമല്ല. ഇതൊക്കെ കേട്ട് പുളകം കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്ര. ഏട്ടാ, വർഷ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ വർഷയെ ഒന്നും പറയരുത്. ഞാൻ ചുമ്മാ നിൽക്കുമെന്ന് ഏട്ടൻ കരുതണ്ട. എന്താടാ, നീ എന്നെ തല്ലോ എന്നൊക്കെ സച്ചി പറയാണ്. എന്നാ രവി കയറി വരുന്നുണ്ട്. എന്താ ചന്ദ്രേ, ബഹളം അങ്ങ് താഴോട്ട് കേൾക്കാലോ. എന്താ ഇവിടെ പ്രശ്നം? ഒന്നും പറയണ്ട, സച്ചി കാരണം എല്ലാ പ്രശ്നങ്ങളും. സച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണും, അല്ലാതെ എന്താ? 4 പേരും ചേർന്നാണോ വഴക്കിടുന്നത്? ഈ സമയത്ത് സച്ചിയും രേവതിയും റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി മേലാൽ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ വർഷയും അതുപോലെ രേവതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് ചന്ദ്ര. ടാടാ, എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല അച്ഛാ. അതെ, ഞാൻ എത്രയെന്ന് കരുതിയിട്ടാ ക്ഷമിക്കുക. എനിക്കുണ്ട് അഭിമാനം. ഞാനെന്തായാലും ഇനി ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടേന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. അച്ഛാ, ഞാൻ പോവാ. ഞാൻ പുറത്തുണ്ടാവും. ഞാൻ കാറ് തുടയ്ക്കുക. അച്ഛൻ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി താഴേക്ക് പോവാണ്. അങ്ങനെ രവിക്ക് എന്തോ സംശയം. അങ്ങനെ രവി താഴോട്ട് ചെല്ലുകയാണ്. ചന്ദ്ര ഇതൊക്കെ ഓർത്ത് ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ്. എന്നാ വർഷയും രേവതിയും തമ്മിൽ വീണ്ടും വഴക്കിടാണ്.
വർഷ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴാ ഇവിടെയുള്ളവരുടെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ മോളെ, നിന്നോട് പണ്ടേ ഞാൻ പറഞ്ഞതാ ഇവളുമായിട്ടുള്ള സഹവാസം വേണ്ട എന്ന്. ഇവളൊക്കെ ലോ ക്ലാസ്സാ, ഇവളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. ആൻറ്റി, എനിക്കൊരു തെറ്റ് പറ്റി. ഇനി ഞാൻ എന്തായാലും ആ രീതിക്ക് മുന്നോട്ട് പോവും. ആരോട് എങ്ങനെ നിൽക്കണമെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ഇത് കേട്ട് അടുക്കളയിൽ നിന്ന് ഒരു സ്ക്രബ്ബറും ഒരു പാത്രം എടുത്ത് രേവതി വരുന്നുണ്ട്. എന്ത് മനസ്സിലായെന്നാ നീ പറയുന്നേ? നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നീ എന്താടി അവളോട് തട്ടിക്കയറാൻ നിൽക്കുകയാണോ? അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇതേ ഞാനും വർഷയും തമ്മിലുള്ള കാര്യമാണ്. എല്ലാവരുടെ സ്വഭാവം എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ രേവതി ദേഷ്യത്തോടു കൂടി വീണ്ടും അടുക്കളയിലോട്ട് പോവാണ്. ഇപ്പോഴെങ്കിലും മോൾക്ക് മനസ്സിലായല്ലോ, അത് തന്നെ ഭാഗ്യം. ഇനി ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. ആ ആൻറ്റി ശരിയെന്നും പറഞ്ഞ് വർഷ റൂമിലോട്ട് പോവാണ്. ഹൗ, എന്തൊരു സമാധാനം. ഇനി ഈ രീതിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നും ഇവർ തമ്മിൽ വഴക്കുണ്ടാവണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാ ശരിയാവില്ല. അങ്ങനെ സന്തോഷത്തോടു കൂടി ചന്ദ്ര നിൽക്കാണ്. എന്നാ ഇതൊന്നും ആയിരിക്കില്ല, വലിയൊരു ടിസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്. അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അടുത്ത അടിപൊളി റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.